നമസ്കാരം. ഒരു പാർട്ടിയെയും ആ പാർട്ടിയെ നയിക്കുന്ന നേതാക്കന്മാരെക്കുറിച്ചും ആ പാർട്ടി ഭരിക്കുന്ന ഭരണ സംവിധാനത്തിനെക്കുറിച്ചും ആ ഭരണ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്നവരെക്കുറിച്ചും എങ്ങനെ പറയാതിരിക്കും? പറഞ്ഞാൽ അത് തെറ്റ്, പറഞ്ഞു പോയാൽ നിങ്ങളടക്കം പലരും പറയും എന്തിനാണിങ്ങനെ ഒരു ഭരണകക്ഷിയെ അനാവശ്യമായി വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നത് എന്ന്. പക്ഷേ പൊതുസമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു സഖാക്കളെ, നിങ്ങൾ എന്താണ് എന്ന്, നിങ്ങൾ ആരാണ് എന്ന്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന്. അങ്ങനെ വരുമ്പോൾ നിങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാതിരിക്കാൻ കഴിയില്ല. സഖാക്കളുടെ മേന്മകൾ പറഞ്ഞ് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് മാത്രമല്ല, സഖാക്കൾ ചെയ്തു വെക്കുന്ന ചെയ്തികൾ കൂടി മനസ്സിലാക്കിച്ച് അത് ജനങ്ങളെ ബോധിപ്പിക്കുക എന്നൊരു കാര്യം കൂടിയുണ്ടല്ലോ, അതുകൂടി ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മാധ്യമധർമ്മം എന്ന് കൂടി പറയട്ടെ. എല്ലാ അർത്ഥത്തിലും മാധ്യമങ്ങൾ ചെയ്യുന്നത് തെറ്റുണ്ടെങ്കിൽ അത് വിളിച്ചു പറയുകയും അതിനെ തിരുത്തുവാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുക എന്നുള്ളത് ഭരണപക്ഷത്തിൻ്റെ ഒരു പ്രക്രിയയാണ്, അത് നടത്തേണ്ടതുമാണ്. പക്ഷേ അത് പലപ്പോഴും നടത്താറില്ല. ഇടപെടലുകൾ നടത്തുന്ന മാധ്യമങ്ങളെ തള്ളിപ്പറയാൻ മാത്രം ശ്രമിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിനുള്ളിലാണ് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളത് ഖേദകരമാണ് എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. ഇനി മറ്റൊന്ന്, പലരും പലപ്പോഴും ഗവർണറെ അടക്കം വഴിയിൽ തടഞ്ഞു നിർത്തി കരിങ്കൊടി കാണിക്കുമ്പോൾ അത് ജനാധിപത്യപരമെന്ന് പറയുന്ന നമ്മുടെ പാർട്ടി സഖാക്കളും പാർട്ടിയിലെ കുട്ടി സഖാക്കളുമൊക്കെ എന്ത് കരുതിയാണ് മുന്നോട്ട് യാത്ര നടത്തുന്നത് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ചിലത് പറയാതെ പോകാനും കഴിയില്ല. എന്താണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്? ഞാൻ ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. അഞ്ജു പാർവതി പ്രതീക്ഷ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൽ പറയുന്നത് ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്: പരസ്പരം മാറിപ്പോകരുതേ. അതായത് എന്താണ് ഈ സഖാക്കൾ എന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ആലോചിച്ച് നോക്കാം. ഇന്ന് ഗവർണർക്കെതിരെ ഇത്രയും വലിയ ഘോരഘോരം സമരം നടത്തുന്ന കുഞ്ഞുവാവയായിട്ടുള്ള ആർഷോ, PM ആർഷോ, SFIയുടെ സംസ്ഥാന സെക്രട്ടറി, ആർഷോയെ ചുമന്നുകൊണ്ടുപോകുന്ന, താലോലിച്ചു കൊണ്ടുപോകുന്ന, പാൽക്കുപ്പി കയ്യിൽ വെച്ച് കൊടുക്കുന്ന ചില പോലീസ് മാമന്മാരെയും കാണാൻ കഴിഞ്ഞു. എന്തിനാണ് ഇങ്ങനെ ആർഷയെ പോലുള്ളവരെ താലോലിച്ച് പാൽക്കുപ്പി കയ്യിൽ കൊടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന പോലീസ് മാമന്മാർ ആവശ്യമായി വരുന്നത് നമ്മുടെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ? ഇങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ ആർഷോയെ? ആർഷോയ്ക്ക് മാത്രം എന്താണ് അങ്ങനെ ഒരു പരിരക്ഷ? ഇവിടെ എത്രയോ മറ്റുള്ള യുവജന സംഘടനകളുണ്ട്, വിദ്യാർത്ഥി സംഘടനകളുണ്ട്. ആ സംഘടനകൾക്കൊക്കെ എന്തെല്ലാം നേതാക്കന്മാരുണ്ട്. അവരെയൊക്കെ പട്ടിയെ തല്ലിച്ചതയ്ക്കുന്നത് പോലെ തല്ലിച്ചതയ്ക്കുന്ന പോലീസുകാരാ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഈ കാണിക്കുന്ന പക്ഷപാതമുണ്ടല്ലോ, നിങ്ങളുടെ തൊപ്പി സംരക്ഷിക്കുവാനുള്ള ശ്രമമാണ് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ എങ്കിലും ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഇത് നീതിക്ക് നിരക്കാത്തതാണ്, നട്ടലില്ലാത്തവൻ്റെ പണിയാണ് എന്ന് കൂടി പറയട്ടെ. ഇനി മറ്റൊന്ന്, ഈ പരിരക്ഷ കൊടുക്കുന്നത് ആർക്കാണ്? പരീക്ഷ പോലും പാസ്സാവാത്തവൻ. നമ്മൾ ചിന്തിക്കേണ്ട വിഷയം അതാണ്. പരീക്ഷ എഴുതാതെ അല്ലെങ്കിൽ വിഷയങ്ങൾ ഏതെന്ന് പോലും അറിയാതെ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെയൊക്കെ വരുന്ന ചില ആശാന്മാരാണ് ഇവിടുത്തെ നേതാക്കന്മാർ. പരീക്ഷ എഴുതാതെ പരീക്ഷ പാസ്സായവനാണ്. അല്ലെങ്കിൽ ഈ കുളുകുളു പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആർഷോയെ ഫോർഷോ എന്ന് പറയേണ്ടി വരുന്നു. ഗവർണർക്ക് വള്ളിയും പുള്ളിയും തെറ്റിയ കത്തെഴുതിയ ഒരു പ്രമുഖൻ, അതാണ് ഇദ്ദേഹം, കേരള സർവകലാശാലയിലെ VC സഖാവ്. പിന്നെയുമുണ്ട് സഖാത്തികൾ. ചങ്ങമ്പുഴയുടെ വാഴക്കുല വെട്ടി വൈലോപ്പള്ളിയുടെ മുറ്റത്ത് വെച്ച് ഡോക്ടറേറ്റ് നേടിയത് മറ്റാരുമല്ല, യുവജന കമ്മീഷൻ മുൻ ചെയർമാൻ സഖാത്തിയാണ്. അറിയാമല്ലോ. റിസർച്ച് മാർക്ക് 165 നിന്നും ഒറ്റയടിക്ക് 651 കണ്ണൂർ സർവകലാശാലയിൽ പിൻവാതിൽ നിയമനം നേടിയത് പ്രമുഖ സഖാവിൻ്റെ സഖാത്തി ഭാര്യ. മഹാരാജാസ് കോളേജിൻ്റെ പേരിൽ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജോലി നേടിയ വ്യക്തിയാണ് ആ ഭാര്യ. വിദ്യാധനം വ്യാജധനം എന്ന് കരുതിയ സഖാത്തി അക്കാദമിക് വൈകാരിക പരിസരങ്ങളിൽ വെച്ച് കാലിടറി കവിത അടിച്ചു മാറ്റിയ ആളാണെങ്കിൽ കേരളവർമ്മയിലെ ഇടത് സഖാത്തി ടീച്ചർ. BCom അത് എന്തെന്ന് പോലും അറിയാതെ കലുങ്കിലിരുന്ന് പുക ഇങ്ങനെ ഊതി ഊതി കളിച്ച ഒരുത്തനുണ്ടല്ലോ, ആ ഒരുത്തൻ നേരെ MComന് കയറിയിരുന്നവൻ, അവൻ്റെ പേരും സഖാവ് വിദ്യാർത്ഥി. ഇതൊക്കെ ചെറുതേ, ഇതിനെക്കാട്ടിലുമുണ്ട്. ഇന്ന് ആ പിടിച്ചോളിയും വലിയൊരു ലിസ്റ്റ് എന്ന് പറഞ്ഞ് വീണ്ടും വരുന്നുണ്ട്. നിയമസഭയുടെ ഡെസ്കിൽ കയറി നിന്ന് താണ്ഡവമാടിയത് നമ്മൾ മറന്നിട്ടില്ല. ആ താണ്ഡവമാടിയ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾ ഉണ്ടെന്ന് പോലും അറിയാത്ത ആ ആൾ വിദ്യാഭ്യാസ മന്ത്രി അപ്പുപ്പൻ. മറ്റൊന്ന്, തലയിൽ വീടും ചുമന്ന് നടക്കുന്ന ലോകോത്തര മണ്ടൻ ഇംഗ്ലീഷ് പ്രബന്ധം അവതരിപ്പിച്ച ആൾ, ഏകദേശം 40,000 രൂപയുടെ കണ്ണാടി വച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ഇതാണ്
നമ്പർ 1 കേരളത്തിലെ വിദ്യയെ ആഭാസമാക്കിയ മേഖലയിലുള്ളവർ. ഈ ആഭാസ മേഖലയിലെ ചെറിയ കൊമ്പിലിരുന്നാണ് ബുളുബുളു പാർട്ടിയിലെ എത്തപ്പൈ കുണുവാവകളുണ്ടല്ലോ ഈ ജട്ടിയിട സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നടത്തട്ടെ, ഈ സമരം നടത്തുന്നതിനൊന്നും ഒരു വിരോധവുമില്ല. ഏത് തരത്തിൽ വേണമെങ്കിലും സമരം നടത്താം. അത് ഗവർണറെയല്ല ആർക്ക് എതിരെ വേണമെങ്കിലും ജനാധിപത്യപരമായിട്ടുള്ള വ്യവസ്ഥിതിയിൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കുവാനുള്ള അവകാശമുണ്ട്. അത് പക്ഷേ നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് കരുതുന്നിടത്താണ് തെറ്റ്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെ ആരും എതിർക്കുന്നില്ല. നിങ്ങൾ ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നു. പക്ഷെ നിങ്ങളെ എതിർക്കുവാനോ നിങ്ങളെ പൂച്ചട്ടി കൊണ്ട് അടിക്കുവാനോ ഹെൽമെറ്റ് കൊണ്ട് അടിച്ചു വീഴ്ത്തുവാനോ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരനോ ABVP-കാരനോ യുവമോർച്ചക്കാരനോ BJP-കാരനോ വരുന്നുണ്ടോ? അവർക്ക് കുറച്ചുകൂടി സാംസ്കാരികമായി അവർ ചിന്തിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ കരുതാം. കാരണം നിങ്ങളെപ്പോലെ ഇങ്ങനെ നിങ്ങളുടെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടിയാൽ അലിഞ്ഞു പോകുന്ന ആളാണ് ഈ മുഖ്യമന്ത്രി എന്നുള്ളത് കൊണ്ടാണോ നിങ്ങളിങ്ങനെ കരിങ്കൊടി കാണിക്കുമ്പോൾ പൂച്ചട്ടി എടുത്ത് പ്രതിഷേധിക്കുന്നവൻ്റെ തലയ്ക്കടിച്ച് പൊട്ടിക്കുന്നത്, ഹെൽമറ്റ് കൊണ്ട് അവൻ്റെ മുഖമടിച്ച് തകർക്കുന്നത്? ഇതൊക്കെ നിങ്ങളെപ്പോലുള്ള വിവരമില്ലാത്ത സഖാക്കൾക്ക് മാത്രം കഴിയുന്ന പ്രവൃത്തിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അവിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരുന്ന യുവമോർച്ച അടക്കം മിണ്ടാതിരുന്നത്, അല്ലെങ്കിൽ RSS അടക്കം മിണ്ടാതിരുന്നത്, BJP അടക്കം മിണ്ടാതിരുന്നത്. അവർ വീണ്ടും കഴിഞ്ഞ ദിവസം നടത്തിയ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതുമാണ്. ഇപ്പോൾ ഇതാ അതുപോലെ പ്രതികരിക്കാൻ തുടങ്ങുകയാണ് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും യുവ കേസരികൾ. എന്താകുമോ എന്തോ എന്ന് കണ്ടറിയാം. ആരാണ് ആശുപത്രിവാസത്തിന് യോഗ്യരാകുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ടതുമാണ്. ഇനി മറ്റൊന്ന്, ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ PM ആർഷയെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. എന്തൊരു ധിക്കാരപരമായ സമീപനമാണ് അദ്ദേഹം പോലീസുകാരുടെ അടക്കം മുൻപിൽ കാണിച്ചത്. പോലീസുകാർക്ക് നിയമപരമായി അവർക്ക് കൈകാര്യം ചെയ്യുവാനുള്ള അധികാരമുണ്ട്. നിയമപാലകരെന്ന് പറയപ്പെടുന്നതാണ്. നിയമത്തെ കയ്യിലെടുക്കാൻ ശ്രമിച്ചാൽ അത് ഏത് SFI-കാരനായിരുന്നാലും അവനെ തടുക്കുക തന്നെ വേണം. അതിനുള്ള നട്ടലും ആർജവവും ഉണ്ടായിരുന്നാൽ മതി. പോലീസുകാരനാണെന്ന തോന്നലും വേണം. അല്ലാതെ പിണറായി വിജയൻ്റെ അടിമയാണെന്ന് തോന്നരുത്. അങ്ങനെ തോന്നുമ്പോഴാണ് ആർഷയെ പോലുള്ളവരെ പൊന്നുമക്കളെ കൊണ്ടുപോകേണ്ടി വരുന്ന ഗതികൾ ഉണ്ടാകുന്നത്. അവന് പാല് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ കുണുവാവയെ തട്ടിക്കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത് നട്ടലില്ലാത്ത പോലീസുകാരനാകുന്നത് കൊണ്ടാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല സഖാക്കളെ. നിങ്ങളെ ഭയപ്പെടുന്നുണ്ട് പോലീസുകാരൻ പോലും ഈ പറയുന്ന DYFI-കാരനെയും SFI-കാരനെയും ഗുണ്ടകളാകുന്ന തരത്തിലുള്ള പ്രവർത്തനത്തെ അവർ ഭയക്കുന്നുണ്ട്. അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണമെന്ന് അവർ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് കൊടുക്കണമെങ്കിൽ ഈ ഗുണ്ടകളുടെ കൂടി അനുവാദമുണ്ടെങ്കിലേ നടക്കൂ എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ടാണ് PM ആർഷയെ പോലുള്ള SFI-യുടെ നേതാക്കളെ ഇങ്ങനെ താലോലിച്ച് തലോടി കൊണ്ടുപോകുന്നത് എന്ന് പറയേണ്ടി വരും. വലിയ ഗതികേടാണ് ഇതൊക്കെ കാണുമ്പോൾ. കാരണം ബാക്കിയുള്ള പ്രതിപക്ഷ പാർട്ടികൾ അടക്കം ഇങ്ങനെ സമരം ചെയ്യുമ്പോൾ അവരെ നടു റോഡിൽ തല്ലിച്ചതയ്ക്കുന്ന പോലീസിനെ നമുക്ക് കാണാൻ കഴിയും. ഇതൊന്നും പോരെങ്കിൽ ഗൺമാൻ വരെ കാറിൽ നിന്ന് ഇറങ്ങി തല്ലിച്ചതച്ചിട്ട് പോകുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ട്. അങ്ങനെയുള്ള നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഗുണ്ടാപ്പണി തന്നെയല്ലേ ഇവർ ചെയ്യുന്നത് എന്ന് തോന്നിപ്പോകും. അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത്, SFI-യുടെ അനിഷേധ്യനായ നേതാവായിട്ടുള്ള PM ആർഷോ മഹാരാജാസ് കോളേജിൽ ആർക്കിയോളജി വിഷയത്തിൽ വട്ടപൂജ്യം വാങ്ങി എല്ലാ വിഷയങ്ങൾക്കും 0 നേടി അവസാനം പാസ്സായ സർട്ടിഫിക്കറ്റ് കണ്ടപ്പോൾ അന്തം വിട്ടുപോയി. ആർഷോ മാത്രമല്ല, കേരളം മുഴുവൻ ഇങ്ങനെ ഒരുപാട് കഥകൾ മെനഞ്ഞിട്ടുള്ള വിദ്യ ആഭാസമാക്കുന്ന കുറച്ചു പേരുടെ തട്ടകമായി മാറുന്നു ഇത് എന്നുള്ളത്. അങ്ങനെയുള്ളവർ SFI-യുടെ നേതാക്കന്മാരായി മാറുന്നു. SFI-യുടെ നേതാക്കന്മാർ പറയുന്നത് ആ പാവപ്പെട്ട അണികൾ കേട്ടു നിന്നിട്ട് അവർ പ്രതിഷേധിക്കുന്നു. ഇവിടെ ഒരു സമൂഹത്തിനെ എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് പോലും അറിയാത്ത, വിവരവും വിദ്യാഭ്യാസവും സംസ്കാരവും ഇല്ലാത്ത കുറച്ചു പേരുടെ ഒരു കൂട്ടായ്മയായി മാറുമ്പോൾ ആ കൂട്ടായ്മയിൽ നിന്ന് പിറവി കൊള്ളുന്നവർ നാളെ ഈ പുതിയ പ്രസ്ഥാനങ്ങൾക്ക് മുകളിലേക്ക്, യുവജന പ്രസ്ഥാനങ്ങളിൽ നിന്ന് CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിലേക്ക് എത്തി, ആ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഭരണകേന്ദ്രത്തിലേക്ക് എത്തുകയും ഭരണസിരാ കേന്ദ്രത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇവരെയൊക്കെ സഹിക്കേണ്ടി വരുന്ന ഗതികേടിലായി പോകും കേരളം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അല്പമെങ്കിലും വിവരവും വിദ്യാഭ്യാസവും സംസ്കാരവുമുള്ളവരെ, ഒരു വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുക്കുന്ന ഒരു സംസ്കാരമുള്ളവരെ വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കന്മാരാക്കാൻ ശ്രമിക്കൂ. ആദ്യം തല നന്നാവണം, എങ്കിൽ മാത്രമേ മൂട് നന്നാവൂ എന്ന് പറയുന്നത് പോലെ ആദ്യം നന്നാവേണ്ടത് പിണറായിയാണ്.
പിണറായി നന്നായാൽ മാത്രമല്ലേ അതിന് താഴേക്ക് വരുന്ന സംഘടനകളിലുള്ള നേതാക്കൾക്ക് നന്നാകാൻ കഴിയൂ? തല തന്നെ ശരിയല്ല, അപ്പം പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ളവർ ശരിയാകുക? തല തന്നെ അഹങ്കാരത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പിന്നെ അതിന് താഴേക്ക് വരുന്നവരെ പറയേണ്ട കാര്യമുണ്ടോ? പിണറായി തന്നെ ഓർഡർ കൊടുക്കുന്നു, ചെയ്തോളൂ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം മാതൃകകളാണ് എന്ന് പറയപ്പെടുമ്പോൾ ആ മാതൃകകളെ സ്വീകരിക്കുകയാണ് താഴെ തട്ടിലേക്ക് വരപ്പെടുന്ന എല്ലാ നേതാക്കന്മാരും. അതുകൊണ്ട് ആദ്യം നന്നാവേണ്ടത് ശ്രീ പിണറായി സഖാവേ താങ്കളാണ്. താങ്കൾ നന്നായാൽ താങ്കളുടെ പാർട്ടി അടക്കം താങ്കളുടെ കുട്ടി സഖാക്കളടക്കം നന്നാകാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്യും.